എല്ലാവർക്കും വീണ്ടും നമസ്കാരം. അടുക്കള വാർത്തയുടെ മറ്റൊരു അധ്യയനത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നമ്മളെ ചിന്തിപ്പിക്കുന്നതും ചിരിക്കുന്നതുമായ കുറച്ച് കാഴ്ചകളിലോട്ടാണ്. ആ ഒരു കാഴ്ചകളിലോട്ട് നമുക്ക് പോവാം. ഞാൻ പക്ഷെ ഉപ്പായിട്ടാണ് പോയത്. ഞാൻ ഉപ്പൊക്കെ കൈപ്പിടിച്ച് വെയിറ്റിംഗിൽ ഇരുന്നപ്പം എനിക്ക് ഓർമ്മയില്ല എനിക്ക് എന്താണ് ക്വസ്റ്റ്യൻ കിട്ടിയത്, ഞാൻ എന്താ എഴുതിയെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. എൻ്റെ കൺട്രോളിലേ അല്ലായിരുന്നു എൻ്റെ കൈ. ആരോ എന്നെ പിടിച്ച് എഴുതിപ്പിക്കുക. ഞാൻ ഉപ്പും കൊണ്ടാണ് പോയത്. ഞാൻ ഓരോ മൊഡ്യൂൾ എഴുതുമ്പോഴും ഞാൻ ഉപ്പിട്ടിട്ടാണ് എഴുതുക. ഞാൻ ഉപ്പ് ലാപ്ടോപ്പിൻ്റെ മേളിൽ വെതറി. മാതാവിൻ്റെ കൃപയിൽ മാത്രം ഞാൻ അറ്റൻഡ് ചെയ്തൊരു ഇൻ്റർവ്യൂ ആയിരിക്കും ഇത്. പിന്നെ ഞങ്ങളുടെ കന്നഡ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവരും ഞങ്ങളോട് ചോദിക്കുമായിരുന്നു, എക്സാമിന് മുമ്പ് ഞങ്ങൾക്കും കുറച്ച് ഉപ്പ് തരാമോ എന്ന് ചോദിച്ച് ഞങ്ങൾ ഉപ്പ് കൊടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ മാംസ് ഞങ്ങളോട് ചോദിച്ചു, ഫസ്റ്റ് എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങളോട് ചോദിച്ചു, ഇതെന്താ എല്ലാവരും നിങ്ങളുടെ പേപ്പറിനകത്ത് ഉപ്പ് കാണുന്നുണ്ടല്ലോ. മുന്നേ എനിക്ക് കാനഡയ്ക്ക് വേണ്ടി ഞാൻ ലോൺ തരത്തില്ല എന്ന് പറഞ്ഞ അതേ ബാങ്കിൽ ഞാൻ കയറുമ്പോൾ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ബാങ്കിലേക്ക് കയറുന്നത്. കയറിയ പാടെ തന്നെ മാനേജർ എൻ്റെ അടുത്ത് പറഞ്ഞു ലോൺ സാങ്ഷൻ ആക്കി. ഇതുപോലെ നമ്മൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ, അല്ലെങ്കിൽ ഉപ്പിട്ട് പരീക്ഷ എഴുതി പുറത്തിറങ്ങിയാൽ നമ്മളോട് പൊതുസമൂഹം പല ചോദ്യങ്ങളും ചോദിക്കും. ആ ഒരു ചോദ്യം ജനറൽ നോളേജുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയായിരിക്കും ഉത്തരം പറയുക? അതുപോലൊരു ചോദ്യത്തിലോട്ടും നല്ലൊരു രസകരമായ ഒരു ഉത്തരത്തിലോട്ടും നമുക്ക് പോകാം. ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയാണ്? എങ്ങനെ ഇരിക്കണം? സോറി, ഇന്ത്യയുടെ അല്ലേ, ഡൽഹി. സോറി ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഞാൻ എയറിലാവുന്നു. ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയാണ്? ഇന്ത്യന്റെ തലസ്ഥാനം തലസ്ഥാനോ? ആ. രാജസ്ഥാനല്ലേ? രാജസ്ഥാനല്ല. ജമ്മു കാശ്മീർ. പാവം കൊച്ച് ചിലപ്പോൾ പെട്ടെന്ന് ചോദിച്ചുകൊണ്ടായിരിക്കാം ഉത്തരം മറന്നുപോയത്. പോട്ടെ, നമുക്ക് വേറൊരു യുവാവിനോട് ഇതുപോലൊരു ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം എന്തായിരിക്കും അദ്ദേഹത്തിന്റെ മറുപടി? അതുകൂടി ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? വലിയ ക്വസ്റ്റ്യൻ ഒന്ന് ചോദിക്കും. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായി. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? സോണിയാഗാന്ധി അല്ല. കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ചോദ്യം തീർത്തോട്ടെ. ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? പ്രധാനമന്ത്രി നമ്മുടെ കിട്ടുന്നില്ലല്ലോ. വായി വരുന്നുണ്ട്. അതന്നെ രാജീവ് ഗാന്ധി. വെച്ചാൽ തുടങ്ങണേന്നറിയാം. രാജീവ് ഗാന്ധി അല്ല. നിങ്ങൾക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും. കേരളത്തിന്റെ തലസ്ഥാനം എവിടെയാണ്? ഒരു പിടുത്തമല്ലേ? പിടിയിട്ടില്ല. എവിടെ സ്വന്തം സ്ഥലം? എവിടെയാ? കാര്യവട്ടമാണ്. സോഷ്യൽ മീഡിയ ആക്റ്റീവ് അല്ലാത്തൊരു കാലം, സ്മാർട്ട് ഫോണുകളും മറ്റും നിലവിലില്ലാത്തൊരു കാലം. ആ ഒരു കാലത്ത് വിളക്കിൻ്റെ വെളിച്ചത്തിലും മറ്റും പഠിച്ചു വളർന്ന കുറച്ച് പേരുണ്ട്. അവരോട് ഈ ഒരു ചോദ്യം ചോദിച്ചാൽ എങ്ങനെയായിരിക്കും അവരുടെ പ്രതികരണം? അല്ലെങ്കിൽ അവർക്ക് ഇത്രത്തോളം അറിവുണ്ടായിരിക്കുമോ? ചിലപ്പോൾ ഉണ്ടായിരിക്കാം. കാരണം അവർ പഠിച്ചു വളർന്നതാണ്, അല്ലാതെ ഇന്നത്തെ പോലെ മൊബൈലിനകത്ത് അഡിക്ഷനായി പെട്ടതല്ല. ആ ഒരു വീഡിയോയിലോട്ട് നമുക്ക് കടക്കാം. ഇതോടുകൂടി ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞാൻ ചോദിക്കുന്നത് ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനമുണ്ട്, പ്രൈസ് ഉണ്ട്. റെഡിയല്ലേ? അതുകൊണ്ടാണല്ലോ ആരും കാണാത്ത ഈ ഓണം കേറാൻ മൂലം വന്ന് ഒളിച്ചു താമസിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരാണെന്ന് അറിയോ? ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. അടിപൊളി. കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി? കേരളത്തിന്റെ ആദ്യ എം ശങ്കരൻ നമ്പൂതിരിപ്പാട്. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി എന്നറിയോ? സഹാറ. ഇന്ത്യയുടെ ദേശീയ പക്ഷി? മയില്. ലോകത്തിലെ ഏറ്റവും വലിയ നദി? നൈൽ നദി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സംസ്ഥാനം? രാജസ്ഥാൻ. ഇന്ത്യയുടെ ഭരണഘടന എപ്പോഴാണ് പ്രാബല്യത്തിൽ വന്നത്? ഏത് വർഷമാണ്? 1950. ആ അവതാരിക ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ആലോചിക്കേണ്ട ഒരു സമയം പോലും ജീവിതത്തിൻ്റെ അനുഭവമാവാം. അതുമല്ലെങ്കിൽ അദ്ദേഹം അത്രത്തോളം അറിവുള്ള ആളായിരിക്കാം. ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഇന്നത്തെ സാക്ഷരത കേരളം എങ്ങോട്ടാണ്?
എന്ന് പോകുന്നതൊന്നും അറിയുന്നില്ല. മൊബൈൽ ഫോണിൻ്റെയും മറ്റും സോഷ്യൽ മീഡിയയിലും മാത്രം കേന്ദ്രീകരിക്കുന്ന കുട്ടികളോടാണ് ഈ ഒരു ചോദ്യം. നിങ്ങൾ നാളെ പൊതുസമൂഹത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഇതുപോലത്തെ പ്രാഥമിക അറിവ് പോലുമില്ലാത്ത നിങ്ങൾ എങ്ങനെയാണ് വളർന്നു വരുന്നത്? ഉത്തരങ്ങളൊന്നുമില്ല. കുറച്ച് ചിന്തിക്കാം, അല്പം ചിരിക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടമുള്ള പ്രതികരണം കമൻറ്റ് ബോക്സിലും അറിയിക്കാം.